Hello dear students, next we are going to start our fifth module, and this module it consisting of metric representation of graph. That is, we can represent a graph using different metrics, and the different metrics represent different properties or different information regarding the graph. Okay, that is adjacency metrics, that is, then next is incident metrics, then circuit metrics, fundamental circuit metrics, cut set metrics, and path metrics, and some theorems regarding the above. Okay, so the first topic is incidence metrics. ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, ഇൻസിഡൻസ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി മീൻ ചെയ്യുന്നത് തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എഡ്ജസ് ആൻഡ് വേർട്ടിസസ് ആണ്, ഇല്ലേ? നമ്മൾ ഇൻസിഡൻറ്റ് റിലേഷൻഷിപ്പ് പറയുന്നത് കൺസിഡർ വേർട്ടെക്സ് ആൻഡ് സം എഡ്ജസ് ആർ ഇൻസിഡൻറ്റ് ഓൺ ദാറ്റ് വേർട്ടെക്സ്, ഓർ വി ക്യാൻ ഡിഫൈൻ ദാറ്റ് എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ സം വേർട്ടിസസ്, ഇല്ലേ? സോ ആ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സ് വഴി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഏതൊക്കെ എഡ്ജസ് ഏതൊക്കെ വേർട്ടിസസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വേർട്ടെക്സിൽ ഏതൊക്കെ എഡ്ജസ് ആണ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, ആ ഇൻഫോർമേഷനാണ് നമ്മൾ ഇൻസിഡൻറ്റ് മാട്രിക്സ് വഴി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് ജി ബി എ ഗ്രാഫ് വിത്ത് n വേർട്ടിസസ് ആൻഡ് e എഡ്ജസ് ആൻഡ് ഹാവിങ് നോ സെൽഫ് ലൂപ്പ്. We can define an n by e matrix. A equals aij. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു n by e മെട്രിക്സ് ആണ്. n by e മെട്രിക്സ് മീൻസ് എന്താ? n represents number of rows and e represent number of columns. That means here n is the number of vertices and e എന്ന് പറയുന്ന number of edges ആണ്. So here n rows corresponds to the number of vertices and e edges corresponding to the number of columns, ഇല്ലേ? ഇവിടെ നമുക്ക് n റോസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വേർട്ടിസസ് ഉണ്ടോ അത്രയും റോസും കാണും, ദെൻ എത്ര എഡ്ജസ് ഉണ്ടോ അത്രയും കോളംസും കാണും. അതാണ് ഇവിടെ n by e മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇൻസിഡൻറ്റ് മെട്രിക്സ് ഈസ് ആൻ n by e മെട്രിക്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് a equal to aij. a equal to aij where each aij ആ ഒരു മെട്രിക്സിലെ ഓരോ വാല്യൂ എന്ന് പറയുന്നത് either 1 or 0 ആയിരിക്കും. 1 means if the jth edge is incident on the ith vertex. അതായത് A21 എന്ന് പറയുന്ന ഒരു മെട്രിക്സിലെ വാല്യൂ ഡിഫൈൻ ചെയ്യുന്നത് ഇത് വേർട്ടെക്സും ഇത് എഡ്ജുമാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് എഡ്ജ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ സെക്കൻഡ് വേർട്ടെക്സ്. ഓക്കെ, സോ aij equal to 1 means jth edge is incident with the ith vertex and otherwise it is 0. Okay, this matrix is called the incident matrix, and ഈ മെട്രിക്സിൽ 0 and 1 മാത്രമേ ഉള്ളൂ വാല്യൂസ്. സോ ഇറ്റ് ഈസ് ഓൾസോ termed as binary matrix or 0-1 matrix. Okay, so next is an example, and before that incident matrix is defined or denoted as A of G. ഒരു ഗ്രാഫ് ജിയുടെ ഇൻസിഡൻറ്റ് മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ഓഫ് ജി വെച്ചിട്ടാണ്. ഓക്കെ, കൺസിഡർ ആൻ എക്സാമ്പിൾ. ഓക്കെ, ടോട്ടൽ ഈ ഗ്രാഫിൽ 6 വേർട്ടിസസ് ഉണ്ട്, 8 എഡ്ജസ് ഉണ്ട്, എ ബി അപ് ടു എച്ച്. അപ്പോൾ നമ്മൾ ഇൻസിഡൻറ്റ് മെട്രിക്സ് ആണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇൻസിഡൻറ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n by e ആണ്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേർട്ടിസസിന് ഈക്വലൻ്റ് ആണ്, നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്ന നമ്പർ ഓഫ് എഡ്ജസിന് ഈക്വലൻ്റ് ആണ്. സോ നമ്മളിവിടെ ഇൻസിഡൻറ്റ് മെട്രിക്സ് എഴുതേണ്ടത് ഫസ്റ്റ് റോസ് എഴുതണം. റോസ് എഴുതുമ്പോൾ എത്ര വേർട്ടിസസ് ഉണ്ടോ അത്രയും റോസ്. ദാറ്റ് ഈസ് ടോട്ടൽ 6 വേർട്ടിസസ് ആണ്, v1 v2 v3 v4 v5 v6. നമുക്കിപ്പോൾ ടോട്ടൽ 8 എഡ്ജസ് ഉണ്ട്. ആ 8 എഡ്ജസ് ആണ് നമുക്ക് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതേണ്ടത്. എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ റോസിന് വേർട്ടിസസിൻ്റെ നെയിമും കോളംസിന് എഡ്ജസിൻ്റെ നെയിമും കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിത് ഫില്ല് ചെയ്യണം, അതായത് 0 1s കൊണ്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, നമുക്കിത് റോ വൈസും കോളം വൈസും ഫില്ല് ചെയ്യാം. നമ്മൾ കോളം വൈസാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ എ എന്ന് പറഞ്ഞ എഡ്ജ് കൺസിഡർ ചെയ്യുക. ആ എ എന്ന് പറയുന്ന എഡ്ജിന് എ എന്ന് പറഞ്ഞ ഈ എഡ്ജിൻ്റെ എൻഡ് വേർട്ടിസസ് എന്ന് പറയുന്നത് v4ഉം v6ഉം ആണ്. സോ v4ൻ്റെ അവിടെയും v6ൻ്റെ അവിടെയും 1 കൊടുക്കുക, ബാക്കിയെല്ലാം സീറോസ് കൊടുക്കുക. ഓക്കെ, ദെൻ
ഫോർ എക്സാമ്പിൾ എഡ്ജ് ജി ആണ് എടുക്കുന്നതെങ്കിൽ ജി എൻഡ് വേർട്ടസസ് V2 V5 ആണ്. സോ V21 V51 ഇങ്ങനെ കോളം വൈസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓരോ കോളംസ് എടുക്കുക, ദാറ്റ് മീൻസ് ഓരോ എഡ്ജ് കൺസിഡർ ചെയ്യുക, ആ എഡ്ജിൻ്റെ എൻഡ് വേർട്ടസസിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 കൊടുക്കുക, റിമൈനിങ് ഓൾ സീറോസ്. ഇനി നമുക്കിതിനെ റോ വൈസും റെപ്രസെൻറ്റ് ചെയ്യാം. റോ വൈസ് മീൻസ് ഫസ്റ്റ് V1 കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ V1ൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് ഏതൊക്കെയാണ്? എഫ് ഉണ്ട്, ഡി ഉണ്ട്. സോ എഫും ഡിയും 1 ആക്കാം. ഇനി നമ്മൾ V2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ V2ൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസ് ഏതൊക്കെയാണ്? എഫ് ഉണ്ട്, ജി ഉണ്ട്, ഇ ഉണ്ട്, എച്ച് ഉണ്ട്. എഫ് ഉണ്ട്, ജി ഉണ്ട്, ഇ ഉണ്ട്, എച്ച് ഉണ്ട്. അങ്ങനെ നമുക്ക് റോ വൈസ് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, നമുക്ക് റോ വൈസും ഫില്ല് ചെയ്യാം, കോളം വൈസും ഫില്ല് ചെയ്യാം. റോ വൈസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഓരോ വേർട്ടെക്സ് കൺസിഡർ ചെയ്യുക, ആ വേർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസിനെ നമ്മൾ 1 കൊടുക്കാം. ഇപ്പോൾ V3 എടുക്കുകയാണെങ്കിൽ ഇവിടെ എച്ച് മാത്രമേ ഉള്ളൂ, സോ H1 കൊടുത്തു. ഇനി കോളം വൈസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, സപ്പോസ് ഇയർ Z ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള വേർട്ടസസ് എന്ന് പറഞ്ഞാൽ V4 V5 ആണ്. സോ V4 V5 1 ആക്കാം. ഓക്കെ, ഇത്രയാണ് ഇൻസിഡൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് സം പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസിഡൻറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ആ മെട്രിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് പ്രോപ്പർട്ടീസ്. സിൻസ് എവറി എഡ്ജ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എക്സാക്ട്ലി 2 വേർട്ടിസസ്, ഈച്ച് കോളം ഓഫ് എജ് ഹാസ് എക്സാക്ട്ലി 2 വൺസ്. ഇല്ലേ, ഏത് എഡ്ജ് നോക്കിക്കഴിഞ്ഞാലും അതിൽ 2 എൻഡ് വേർട്ടിസസ് ഷുവറായിട്ടും കാണും. സോ ഒരു എഡ്ജിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൺസ് ഫില്ല് ചെയ്യുമ്പോൾ ഒരു എഡ്ജിന് 2 എൻഡ് വേർഡ്സ് ഷുവറായിട്ട് കാണും. മീൻസ് എല്ലാ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് 2 വൺസ്, എക്സാക്ട്ലി 2 വൺസ് എല്ലാ കോളത്തിലും കാണും. ഇല്ലേ, നമ്മളിതിൽ ഏത് കോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 വൺസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ദ നമ്പർ ഓഫ് വൺസ് ഇൻ ഈച്ച് റോ. ഒരു റോയിലെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആയിരിക്കും? നമ്മൾ ഒരു റോ എന്ന് പറയുന്ന ഒരു വേർട്ടെക്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ വേർട്ടെക്സിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ള എഡ്ജസിനാണ് നമ്മൾ 1 കൊടുക്കുന്നത്. സോ ഒരു റോയിലെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്ന ആ വേർട്ടെക്സിൽ ഇൻസിഡൻ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് എഡ്ജസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ V2 കൺസിഡർ ചെയ്യുവാണെങ്കിൽ 1 2 3 4 എഡ്ജസ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? വൺസ് ആക്കി വെക്കുന്ന കോളംസ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ V4ൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. സോ ഇവിടെ നമ്പർ ഓഫ് വൺസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആണ്? ദ നമ്പർ ഓഫ് വൺസ് ഇൻ ഈച്ച് റോ ഈസ് ഈക്വൽ ടു ദ ഡിഗ്രി ഓഫ് ദ കറസ്പോണ്ടിങ് വേർട്ടെക്സ്. ദെൻ എ റോ വിത്ത് ഓൾ സീറോസ്. ഒരു റോയിൽ എല്ലാം സീറോസ് ആണെങ്കിൽ അതെന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇവിടെ V7 എന്ന് പറഞ്ഞൊരു എഡ്ജ് ഉണ്ട്, വേർട്ടെക്സ് ഉണ്ട് V7. ഓക്കെ, V7ൽ വന്ന് ഇൻസിഡൻ്റ് ആവുന്ന എഡ്ജസ് ഏതെങ്കിലും ഉണ്ടോ? സോ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ വാല്യൂസും അല്ലെങ്കിൽ എല്ലാ കോളംസ് വാല്യൂസും നമ്മൾ 0 ആയിട്ടായിരിക്കും എടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് V7 മീൻസ് ഇറ്റ്സ് എൻ ഐസൊലേറ്റഡ് വേർട്ടെക്സ്. സോ റോ വിത്ത് ഓൾ സീറോസ് റെപ്രസെൻറ്റ് എൻ ഐസൊലേറ്റഡ് വേർട്ടെക്സ്. ദെൻ പാരലൽ എഡ്ജിനെ ഗ്രാഫ് പ്രൊഡ്യൂസ്. ഇവിടെ നമുക്ക് AB എന്ന് പറയുന്ന പാരലൽ എഡ്ജാണ്. എയുടെയും ബിയുടെയും കോളം നോക്കുമ്പോൾ എന്താണ്? അത് ഐഡൻറ്റിക്കൽ കോളംസ് ആണ്. സോ ദ പാരലൽ എഡ്ജ് ഇൻ എ ഗ്രാഫ് പ്രൊഡ്യൂസ് ഐഡൻറ്റിക്കൽ കോളംസ് ഇൻ ദ ഇൻസിഡൻറ്റ് മാട്രിക്സ്. ഫോർ എക്സാമ്പിൾ കോളം 1 and 2 in this example. Okay, then if a graph is disconnected and consisting of 2 components G1 and G2, നമ്മളൊരു ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യുന്നു. ദെൻ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അതിൽ കമ്പോണൻസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ്, അതായത് ഗ്രാഫ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പല പാർട്സ് കാണും, മിനിമം ആയിട്ട് 2 പാർട്സ് എങ്കിലും കാണും. ദാറ്റ് മീൻസ് 2 കമ്പോണൻസ് G1 and G2. ഇനി ആ ഡിസ്കണക്റ്റഡ് ഗ്രാഫിൻ്റെ മെട്രിക്സ് നമ്മൾ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. AG1 AG2 റിമൈനിങ് എല്ലാം സീറോസ് ആയിരിക്കും. ഈ AG1 റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ G1 എന്ന് പറയുന്ന ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മെട്രിക്സും G2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ മെട്രിക്സും ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ഗ്രാഫ് എടുക്കുക. Then sixth property is permutation of any rows or columns in an incident matrix simply corresponds to relabeling the vertices and edges of corresponding graph. That means permutation means exchange. നമ്മൾ ഈ ഒരു മാട്രിക്സിൽ ഏതെങ്കിലും ഒരു
റോസോ കോളംസോ ലേബിൾ മാറ്റാതെ ഏതെങ്കിലും റോസോ കോളംസോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വേർട്ടിസസിനോ എഡ്ജസിനോ റീലേബിൾ ചെയ്ത പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങൾ ഏതെങ്കിലും 2 കോളംസ് അല്ലെങ്കിൽ ഏതെങ്കിലും 2 റോസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞ് എന്നിട്ട് അതിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം റോസും കോളംസും പെർമുറ്റേഷൻ, ദാറ്റ് മീൻസ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫീൽ ഇറ്റ് ആസ് എ relabeling of vertices and edges of the corresponding graph. Okay, so incident matrix means consisting of n vertices, a graph consisting of n vertices and e edges and having no self loop. We can define an incident matrix A of G equals Aij whose order is n into e. That means number of rows corresponding to number of vertices and number of columns corresponding to number of edges. ഓക്കെ, ഇതിൻ്റെ വാല്യൂ 0 or 1 ആയിരിക്കും. നമ്മൾ റോ വൈസ് ഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വേർട്ടെക്സിലും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എഡ്ജസിൻ്റെ പ്ലേസിൽ നമ്മൾ 1s കൊടുക്കുക. കോളം വൈസ് ഫിൽ ചെയ്യുകയാണെങ്കിൽ ഓരോ എഡ്ജസും എൻഡ് വേർട്ടിസസ് ഏതാണോ ആ എൻഡ് വേർട്ടിസസിനെ നമ്മൾ 1s കൊടുക്കുക. 2 എൻഡ് വേർട്ടിസസിൽ 1 കൊടുക്കുക. ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ദീസ് ഓൾ അബൌട്ട് ഇൻസിഡൻറ്റ് മെട്രിക്സ്. താങ്ക് യു.